നമസ്കാരം. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. ഇതിനോടൊപ്പം കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കുമെന്നും കരുതി. എന്നാൽ 2 സംസ്ഥാനങ്ങളിലെ തീയതി മാത്രമാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിച്ചത്. 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുക. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജമ്മുവിൽ ബാലറ്റ് വഴിയാവും തെരഞ്ഞെടുപ്പ്. എല്ലാ വിഭാഗത്തിനും വോട്ടവകാശമുണ്ട്. കുടിയേറിയവർക്കും വോട്ട് രേഖപ്പെടുത്താമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമാക്കി. 10 വർഷമായി BJP ഭരണം നടത്തുന്ന ഹരിയാനയിൽ ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രിയെ മാറ്റി മുഖം മിനുക്കലിന് BJP ശ്രമിച്ചത്. മനോഹർ ലാൽ ഖട്ടാറിന് പകരം നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കി. ലോക്ദളിന്റെ തട്ടകത്തിൽ നേതാവില്ലാതെ മോദി തരംഗത്തിലാണ് 2014-ൽ BJP അധികാരം പിടിച്ചത്. എന്നാൽ കടുത്ത ഭരണവിരുദ്ധ വികാരത്തെയും കർഷക പ്രക്ഷോഭത്തെയും നേരിട്ട് 2019-ൽ ദുഷ്യന്ത് ചൗട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടിയുടെ പിന്തുണയിലാണ് BJP ഭരണം നിലനിർത്തിയത്. കർഷക രോഷം തിരിച്ചറിഞ്ഞ് JJP സർക്കാരിനുള്ള പിന്തുണ അടുത്തിടെ പിൻവലിച്ചെങ്കിലും ദുഷ്യന്തിന്റെ പാർട്ടിയെ പിളർത്തിയാണ് BJP സർക്കാർ സഭയിൽ വിശ്വാസം വീണ്ടെടുത്തത്. ഭരണം തിരിച്ചുപിടിക്കാൻ സുവർണ അവസരമായി കരുതുന്ന കോൺഗ്രസിന് ഏറ്റവും വലിയ വെല്ലുവിളി പാർട്ടിക്കുള്ളിലെ ഹൂഡ ഷെൽജ ചേരികളുടെ തമ്മിലടിയാണ്. ജാട്ടുകളുടെ BJPയോടുള്ള അനിഷ്ടവും കർഷക രോഷവും BJPക്ക് വലിയ വെല്ലുവിളിയാണ് ഇത്തവണ. നിയമസഭകളുടെ കാലാവധി 5 മാസത്തിനിടെ പൂർത്തിയാകുന്ന 2 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഇതിൽ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടപടികളാണ് ആദ്യം പൂർത്തിയാക്കേണ്ടത്. സെപ്റ്റംബർ 30-നുള്ളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ജമ്മു കാശ്മീർ സന്ദർശിച്ച കമ്മീഷൻ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷമാണ് പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതും അനുകൂല ഘടകമായി വിലയിരുത്തപ്പെടുന്നു. രാഷ്ട്രപതി ഭരണം, പുനഃസംഘടന തുടങ്ങിയ നടപടികളിൽപ്പെട്ട കശ്മീരിൽ 10 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഹരിയാനയിൽ നവംബർ 3-നും മഹാരാഷ്ട്രയിൽ നവംബർ 26-നും നിയമസഭയുടെ കാലാവധി കഴിയും. ഇതിൽ ആദ്യഘട്ടമായിട്ടാണ് ഹരിയാനയിലെയും കശ്മീരിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് തീയതി പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക. കശ്മീരിനൊപ്പം ഹരിയാനയെ സന്ദർശിച്ച കമ്മീഷൻ മഹാരാഷ്ട്രയും ജാർഖണ്ഡും സന്ദർശിച്ചിരുന്നില്ല. ജാർഖണ്ഡിൽ ഡിസംബറിലെ നിയമസഭയുടെ കാലാവധി കഴിയുന്നുള്ളൂ. ജമ്മു കാശ്മീരിൽ 11,838 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഓരോ ബൂത്തിലും 735 വോട്ടർമാരാണുള്ളത്. 90 മണ്ഡലങ്ങളാണുള്ളത്. സെപ്റ്റംബർ 30-ന് മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവുമുണ്ടായിരുന്നു. ഹരിയാനയിൽ ഒക്ടോബർ 1-ന് ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഒക്ടോബർ 4-ന് തന്നെയായിരിക്കും ഹരിയാനയിലെ വോട്ടെണ്ണൽ. വൈകി പ്രഖ്യാപിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിക്കാനാണ് സാധ്യത. കേരളത്തിൽ പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടതുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത്. പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്ന് K രാധാകൃഷ്ണൻ ജയിച്ചതോടെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇതിനോടൊപ്പം പാലക്കാട് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഷാഫി പറമ്പിൽ MLA വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും വലിയ പ്രാതിനിധ്യമുണ്ടായി. കടന്നെത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ പോലും ചെന്ന് വോട്ടിംഗ് സാധ്യമാക്കി. ജമ്മു കാശ്മീർ, ഹരിയാന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി. 2 ഇടങ്ങളിലും കമ്മീഷൻ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കശ്മീരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മികച്ച പ്രതികരണമാണ് കിട്ടിയത്. ജനങ്ങൾ ആവേശപൂർവ്വം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. അവർ അവരുടെ ജനാധിപത്യ അവകാശം നന്നായി വിനിയോഗിച്ചു. റീപോളിംഗ് വേണ്ടി വന്നില്ലെന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ജമ്മു കാശ്മീരിൽ 90 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ആകെയുള്ള 87.09 ലക്ഷം വോട്ടർമാരിൽ 3.71 ലക്ഷം പുതുമുഖ വോട്ടർമാരാണ്. 169 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. 11,838 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനുണ്ടാകുക. ഹരിയാനയിൽ 90 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 2.01 കോടി വോട്ടർമാരാണ് ഹരിയാനയിലുള്ളത്. 20,629 പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ഇവിടെ ഉണ്ടാകുക. പക്ഷപാതപരമായി പെരുമാറരുതെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കും. കശ്മീരിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും സുരക്ഷ നൽകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു.